അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. അപ്പൊ അതിലേറ്റവും ഭംഗിയായി പുസ്തകം തയ്യാറാക്കി വന്നത് 7ാം ക്ലാസ്സിലെ അഷിക അശോകാണ്. അപ്പൊ അഷിക അശോകിന്റെ പുസ്തകമാണ് നമ്മൾ ഇവിടെ സാറ് പ്രകാശനം ചെയ്യുന്നത്. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. ഇരുളുവീണ വഴികളിൽ തെളിച്ചമേകിടാൻ വായനയാൽ തിരികൊളുത്തി വെളിച്ചമായിടാൻ. ഇരുളുവീണ വഴികളിൽ തെളിച്ചമേകിടാൻ വായനയാൽ തിരികൊളുത്തി നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് പ്രധാനപ്പെട്ട ഈ വായനാ ദിനത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ അറിവ് അക്ഷരമെല്ലാം വലുതായിട്ട് കിട്ടുന്ന ലെൻസില്ലേ, ആ ലെൻസ് ഉപയോഗിച്ചിട്ട് പുസ്തകത്തിലെ വരികളിലൂടെ ഇങ്ങനെ നീക്കും. എന്നിട്ട് ആ അക്ഷരങ്ങളെല്ലാം വലിയ അക്ഷരങ്ങളായി കിട്ടുന്നത് കൊണ്ട് വായിച്ചാൽ ഇളയും, വായിച്ചില്ലെങ്കിലോ വളയും. ആരാ ഇങ്ങനെ പറഞ്ഞത്? വലിയ മഹത്തായ ഈ കാര്യം ആരാ പറഞ്ഞത്? ഭാഷല്ലേ വടക്കിന് കിഴക്ക് പഠിക്കുക തലങ്ങും വിലങ്ങും. കേരളത്തിലെ ജനങ്ങളെ നേരിട്ട് കണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും വായിച്ച് പുസ്തകങ്ങളിൽ എന്താണ് ഉള്ളത് എന്ന് അന്വേഷിക്കും. പുസ്തകങ്ങളിൽ എന്തൊക്കെ കൗതുകമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. മലയാള ഭാഷ കണ്ണാണ് കണ്ണിൻ കണ്ണുണ്ടായ പലതും കാണാം, കാതുണ്ടായ പലതും കേൾക്കാം, പലതും കേൾക്കാം. നല്ലതു നല്ലതു കണ്ടീരാം, നല്ലതു നല്ലതു കേട്ടീരാം. നമുക്ക് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഭൂതപ്പാട്ട് ജനാർദ്ദൻ മാസ്റ്റർ നമുക്ക് കഥയായും പറഞ്ഞു തന്നു. അച്ഛന്റെ സ്നേഹത്തോടെ നിങ്ങളോട് ഇടപെട്ട സാർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആദ്യമായിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, എങ്ങനെയാണ് വായനാ ദിനം അല്ലെ, എന്താണ് വായനാ ദിനമായി ആചരിക്കാനുള്ള കാരണം, അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം സാർ വളരെ വിശദമായി പറഞ്ഞു തന്നു.